ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലമായി ഞാനൊരു കുഞ്ഞ് മിനി വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിന്ന് കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോവാണ്. ചെടിയൊക്കെ വാങ്ങാൻ പോകുന്ന സന്തോഷമാണ് കേട്ടോ നിങ്ങൾ അമ്മയുടെ മുഖത്തിൽ കാണുന്നത്. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൊച്ചപ്പൂനുമായിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ വെയിലൊക്കെ തന്നിട്ടൊരു 4:30 സമയത്താണ് അവിടെ എത്തിയത്. കുഴിപ്പള്ളത്തും തന്നെയാണ് അച്ഛനും അമ്മയൊക്കെ എപ്പോഴും ചെടിയൊക്കെ വാങ്ങാറുള്ളത്. പക്ഷേ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ മനസ്സിൽ കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡൻ എന്നൊക്കെ കേൾക്കുമ്പോൾ കുഞ്ഞ് നഴ്സറിയില്ലേ ചെടിയൊക്കെ വാങ്ങുന്നത്, അതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും വലിയൊരു സ്ഥലത്തിൽ അത്രയും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചെടികളൊക്കെ അത്രയും ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇപ്പോൾ റോസ് എടുക്കുകയാണെങ്കിൽ റോസിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഓഫ് ഉണ്ട്. ഇപ്പം ഈ പൂക്കൾ മാത്രമല്ല, അല്ലാതെ ഫ്രൂട്ട്സ് ആയാലും എല്ലാ വെറൈറ്റീസ് ഓഫ് ചെടികളും അവിടെ ഉണ്ട്. ചെന്ന ഉടനെ അമ്മ ഒരു ഡാലി എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു അവിടെ. ഇതിൻ്റെ പേരാണ് മാംഗോസ്റ്റീൻ എന്ന് പറയും. ഇത് വന്നിട്ട് പഴുക്കുമ്പോൾ ഒരു പർപ്പിൾ കളറിലോട്ടാണ് ആകുന്നത്. പിന്നെ ഇവിടെയാണ് എല്ലാ ഇൻഡോർ പ്ലാന്റ്സും സെറ്റ് ചെയ്തിരുന്നത്. ഇത് ഗ്രീൻ ഹൗസ് പോലത്തെ ഒരു സ്ഥലമാണ് അവിടെയുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കല്ല് വെച്ചിട്ടുള്ള കുറച്ച് ആർട്ട് വർക്കും, പിന്നെ അല്ലാതെ ഈ നമ്മൾ ചെടിച്ചട്ടികളിലൊക്കെ ഇടുന്ന കല്ലുകളില്ലേ, അതൊക്കെ നല്ല ലാഭത്തിന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു കവറിന് 25 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ചെടികൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, ഇവിടെ ചെടികൾ വയ്ക്കാനുള്ള ചെടിച്ചട്ടികളുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി അതിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കല്ലിൽ കൊത്തിയ ബുദ്ധൻ്റെ പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിമൻറ്റ് ചെടിച്ചട്ടികളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡനിലുണ്ട്. ഇങ്ങനത്തെ കൊക്ക്, പക്ഷികൾ എല്ലാം, റാബിറ്റ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്രയും ചെടികളും ചെടിച്ചട്ടികളും ഒക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം ഒരു 6:30 മണിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.